Hi all, welcome to my channel Stepping Stone to Success. In this video, I am going to talk regarding part B of reading. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാർട്ട് എനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സജഷൻസ് കിട്ടി. കുറച്ചുകൂടി മലയാളം കൂടെ ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോയിൽ മലയാളവും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി ടുഗെദർ ആയിട്ടാണ് നമുക്കൊരു 45 മിനിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ 45 മിനിറ്റ്സിൽ വി ഹാവ് ടു ആൻസർ 22 ക്വസ്റ്റ്യൻസ്. 22 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ പാർട്ട് ബി and you have 16 questions in part C. Okay, appo totally you will have 22 questions. You have to allot 2 minutes for each questions. Okay, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പാർട്ട് ബി ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുക, എന്നിട്ട് പാർട്ട് സിയിലോട്ട് പോവുക. കാരണം പാർട്ട് സി ഈസ് ലിറ്റിൽ മോർ ടഫ് ദാൻ പാർട്ട് ബി. പാർട്ട് സിയിലോട്ട് നമുക്ക് റിസർച്ചിൻ്റെ അബ്സ്ട്രാക്റ്റ് കണക്കോ എക്സ്ട്രാക്റ്റ് കണക്കോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അതുകൊണ്ട് 10 minutes to take for part B and after that you have to go to part C. So അങ്ങനെ നമുക്ക് ടൈം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ആ ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 12 മിനിറ്റ് എടുത്തോ. 12 മിനിറ്റ് കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല. ഓക്കെ, സോ ഇൻ പാർട്ട് ബി ടേക്ക് 12 minutes and finish it off. So now we'll discuss in part B what is a question format. So in part B you have a paragraph and you'll have question, you have 3 options. So in that, one option will be right option and another will be wrong option and another will be partially correct. This passage can be either a guideline, otherwise either a notice or an email or some recommendations. ഓക്കെ, സോ അങ്ങനത്തെ ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഈ പാസേജ് കാണുന്നത്. ആ പാസേജിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ റിഗാർഡിംഗ് ദിസ് പാർഷ്യലി കറക്റ്റ് ആൻസർ. സോ ടോട്ടലി യു ഹാവ് 6 questions and you have 12 minutes to do this part B. പാർട്ട് ബിയിൽ എല്ലാവരും പറയുന്ന പോലെ കുറേ ടിപ്സ് അല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പറയുന്ന ടിപ്സ് എന്താണ്? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻസ് നോക്കാതെ പാസേജ് വായിക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെയാണ്. അപ്പോൾ അതുപോലെ കീവേഡ്സും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും കൂടുതലും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് അതല്ല. ഞാനിന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് കൂടുതലിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ആ പാസേജസിൽ വരുന്നതും അതുപോലെ തന്നെ ഓപ്ഷൻസിൽ വരുന്നതായിട്ടുള്ള കുറേ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൽ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വേർഡ്സിനാണ് ഞാൻ ഇന്ന് കുറേ ടാർഗറ്റ് ചെയ്ത് പറയാൻ പോകുന്നത്. ഓക്കെ, വെൻ യു ഗീവ് മോർ അറ്റൻഷൻ ആൻഡ് വെൻ യു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ്, ദീസ് വേർഡ്സ് വിൽ ഹെൽപ്പ് യു ടു reach to the correct answer. So first what you have to do is you have to see the question. In that question you should see whether there is a word except. Except എന്നാണോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ നമ്മുടെ പാസേജിൽ സൂട്ടബിൾ അല്ലാത്തത് എന്താണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. whether there is a except in the question. Okay, next is you have to see some of the words like however, therefore, nevertheless. ഇത് സ്ഥിരം നമ്മുടെ ഈ പാസേജസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ യു ഹാവ് ടു സീ whether there is words like however, therefore and nevertheless. Okay, we'll see however ഇട്ടൊരു എക്സാമ്പിൾ നോക്കാം. however ഇട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ in the option sometimes you'll get an option like the control drugs key should be kept separately always എന്നായിരിക്കും ഓപ്ഷൻ. ഓക്കെ, ബട്ട് വെൻ യു കം ടു ദ പാസേജ് control drug key should be kept separately. However, in case of emergency situation it can be kept together. അപ്പോൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ആ വരി വായിച്ചിട്ട് ഓക്കെ സെയിം വേർഡ് ഇവിടെയും സെയിം സെൻറ്റൻസ് ഇവിടെ കൊടുത്തേക്കുന്നു. ഈ ഹവവർ എന്ന് പറഞ്ഞ് അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ ഈ ഹവവർ എന്ന് പറഞ്ഞ് അടുത്ത് പറയുന്നത് വായിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റിയേനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹവവർ എന്ന് പറയുന്ന വാക്കിനും നെവർദലെസ് എന്നുള്ള വാക്ക് അതുപോലെ therefore എന്നുള്ള വാക്കിന് ശേഷം വരുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണം. Next I want to talk about that is synonyms. Okay, rarely you will get some similar words as there is in the passage. Okay, sometimes the passage will give one word and another synonym will be there in the options. So I'll give an example of that. So here
This question is, what does this extract from a handbook tells us about anaphylactic drugs? I am not going into detail of all those things. ഒരു എക്സാമ്പിൾ നമ്മുടെ സിനോണിംസിൻ്റെ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഈ സിനോണിം പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ എ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, they may be useful for patients who are not fully responsive. So you might read this options and you may search in the passage where it is. But here, not fully responsive എന്നുള്ള സെയിം വാക്ക് അവിടെ ഇല്ല. Passageൽ it is not there. So in the passage, instead of not fully responsive, the word is drowsy or comatose. Okay, drowsy or comatose എന്നുള്ള വാക്കാണ് അവിടെ നമ്മൾ ആ നോട്ട് ഫുള്ളി റെസ്പോൺസീവ് എന്നുള്ളതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലത്തെ സിനോണിംസ് ആയിരിക്കും നമ്മുടെ പാസേജിൽ ഉണ്ടാവുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ, അത് തന്നെ സിനോണിംസിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പാസേജ് നിങ്ങൾ നോക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? The guidelines specific that those who perform an MRI on patients with implant on foreign bodies. Okay, so here again I want to talk only about the synonym here. First option you could see, should abandon the scan if unsure of the device. But in passage it is given as doubtful. Okay, doubt എന്ന് പറഞ്ഞാൽ എന്താണ്? Synonym of unsure. Okay, such wise the words in the passage as well as the options will be differing. That you have to be very, very careful. I will give one more example. Here synonyms വരുന്നത്, that is here in this question, in progressive horizontal evacuation. So in the options you could see second option, B option, patient who can't walk or patients who cannot walk. In that, see the option is patient who cannot walk. But അതേ തന്നെയാണ് നമ്മുടെ പാസേജിൽ വരുമ്പോഴത്തേക്കിൽ ഇറ്റ് ഈസ് റിട്ടൺ ആസ് നോൺ ആംബുലൻറ്റ് പേഷ്യൻറ്റ്. സോ ഇഫ് യു ആർ സെർച്ചിങ് ഫോർ ദ ഓപ്ഷൻ കോൺ വാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ പാസേജിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ നെവർ ഫൈൻഡ് ദ ആൻസർ. സോ സച്ച് തിങ്സ് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു നോ യെസ് ദിസ് ഇസ് ദ സിനോണിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു ഓർമ്മ വെച്ചിട്ട് വേണം യു ഹാവ് ടു സെർച്ച് ഫോർ ദ ആൻസർ. Now I think that you have got an idea regarding how to search for the synonyms, and you should understand this word, synonym of that particular word will be given in the passage. So that always you have to keep in mind and don't search for the exact word in the passage. Clear? That is very important. Okay. Next I would like to talk about another very important some words in the passages and in the options. Okay. For example പറയുകയാണെങ്കിൽ, in options there may be, might be, may be, but in passages must be. അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഷുഡ് ബി ഗിവൺ വെരി ഇമ്പോർട്ടൻസ്. മസ്റ്റ് ബി എന്ന് പറഞ്ഞിട്ട് പാസേജ് കൊടുത്തിട്ട് മൈറ്റ് ബി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ആൻസർ തെറ്റാണ്. ബാക്കിയെല്ലാം സിമിലർ ആയിരിക്കും. റിമൈനിങ് ഓൾ ദ വേർഡ്സ് വിൽ ബി, റിമൈനിങ് സെൻറ്റൻസ് വിൽ ബി സിമിലർ, ബട്ട് ഇൻ പാസേജ് ഇറ്റ് ഈസ് ഗിവൺ മസ്റ്റ്. സോ if you write the option may be, your answer is going to be wrong. So that you have to be very careful. Okay, അതുപോലെ അങ്ങനെ ഓൺലി എന്നുള്ള വേർഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഓൺലി എന്ന് പറഞ്ഞിട്ട് പാസേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ അതില്ലെങ്കിൽ അഗെയിൻ യു കനോട്ട് ഓപ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ ആൻസർ. സോ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇസ് ലൈക്ലി ആൻഡ് അൺലൈക്ലി. പാസേജിൽ സംടൈംസ് ദേ വിൽ ബി ഗിവിംഗ് ലൈക്ലി, ബട്ട് ഇൻ ഓപ്ഷൻസ് ദേ വിൽ ബി ഗിവിംഗ് അൺലൈക്ലി. സോ വാട്ട് വി വിൽ ഡു, rest of the line is similar. Okay, same line is there in the options. We will not see that un and we will answer likely എന്നുള്ളത് അവിടെ സെയിം തന്നെയാണല്ലോ ചാടിക്കറി അത് ആൻസർ ചെയ്യും. സോ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് സീ വെദർ ഇറ്റ് ഇസ് ലൈക്ലി ഓർ അൺലൈക്ലി. ദിസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എനിക്കങ്ങനെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ റീഡിങ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളത് അറിഞ്ഞ് പ്രയോജനപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് യു ഷുഡ് സീ അനദർ സം വേർഡ്സ് ലൈക്ക് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു. സോ സംടൈംസ് ഇൻ പാസേജ് ദേ വിൽ ഗീവ് ലെസ് ദാൻ 1, ബട്ട് ഇൻ what options they may give greater than 1. We will have confusion between these two options, partially correct and റൈറ്റ് ആൻസർ. സോ അവിടെയാണ് നമുക്ക് ആ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ആ പാസേജ് വായിച്ചിട്ട് മാത്രമേ നമുക്ക് ഫൈനൽ ഓപ്ഷനിൽ വരാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് the whole passage. After reading the passage, you have to understand what is the exact meaning of that particular passage and what is the question about, what they are asking for, what is the main purpose ആണോ ചോദിച്ചിരിക്കുന്നത്. മെയിൻ എന്ന പാരഗ്രാഫിൽ ഉണ്ടെങ്കിൽ സംടൈംസ് സ്പെസിഫിക് എന്നായിരിക്കും
നിങ്ങളുടെ പാസേജിലുള്ളത്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സിനോണിംസ്, അതൊക്കെ സിനോണിംസ് അത് വരുന്നതാണ്. സിനോണിംസ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്. So another very important thing is, if you're not getting an answer for a particular question, don't stick on to that question and see, I didn't get this answer, I didn't get this answer. Don't sit and see that same question because time is running, right? So you have only 2 minutes time. If you're not getting that answer, skip on to the next question. And after 12 minutes, even if you finish or don't finish, you shift on to part C, because I have told you will never get time to complete part C, because part C has 16 marks. Here only part B have only 6 marks. So within 12 minutes you must complete. That is very important. Okay. Another very important thing what you have to concentrate is regarding the bubbling of the answer. So bubbling should be done correctly with a darkened pencil. Okay. So I have heard that one of the student has made only a circle. That means ഒരു പെൻസിൽ ഇട്ട് ഒരു സർക്കിൾ മാത്രം വരച്ചിട്ട് വന്നു. I personally know that student. ഓക്കെ, ബബിൾ ചെയ്യാതെ സർക്കിൾ മാത്രം വരച്ചിട്ടുള്ള ആളെ എനിക്കറിയാം. എക്സാം കഴിഞ്ഞ ശേഷമാണ് ആ ക്വസ്റ്റിന്, കാരണം നമുക്കറിയാം ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും ആ സമയത്ത്. നമ്മൾ ചിലപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കത്തില്ല, നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷേ ആ എക്സാമിന് ടെൻഷനും ഫിയറും ആ സമയത്ത് ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു കോൺഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മളിതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ബബ്ലിങ് നമ്മൾ കറക്റ്റായിട്ട് ഡാർക്കൺ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, now just I'll work out a question for you so that you will understand how to go on with the questions and find out the answer. So here the question is, why is epinephrine added to lidocaine injection? So then we are moving on to the passage, right? Already I have told, listen it, you have to read the passage, then go to the options. So lidocaine is a local anesthetic that is often injected subcutaneously before minor medical procedures such as laceration repair, excisional biopsy and hormone implantation. A key step to prepare for this procedure is clearing a suitable workspace and obtaining any necessary supplies. First, be sure to check with your provider about the concentration mixture of lidocaine to be used. Epinephrine is often included to constrict local blood vessels for longer duration, but can increase the risk of causing ischemia in areas with poor blood supply. Sodium bicarbonate can be added to avoid pain during injections due to lidocaine's acidic pH. Be sure to obtain the proper size needle and syringe, which will be dependent on the location of the injections and the size of the area requiring anesthesia respectively. Okay, here the question is, why epinephrine is added to the lidocaine injection? So epinephrine എന്നുള്ള വാക്കിൻ്റെ ഇവിടെ നമ്മൾ വന്ന് നമുക്ക് നോക്കാം അല്ലേ. സോ എപ്പിനെഫ്രിൻ എന്താണ്? ഇപ്പോൾ പാസേജ് ഫുള്ള് വായിക്കണം. You should read the passage completely. So here epinephrine is often included to constrict local blood vessels. So we know that it is for constricting the blood vessels for longer duration. So why we are adding is mainly to prolong the effect. അപ്പോൾ longer durationൽ നിൽക്കാനായിട്ട്, അതാണ് ആ പ്രൊലോങ്ഡ് എഫക്റ്റിൻ്റെ സിനോണിമാണ് ലോങ്ങർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നത്. ടു നം ദ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിൽ അവിടെ നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ട് ആൻസർ പറയുന്നുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് ക്യാൻ ബി ആഡഡ് ടു അവോയ്ഡ് പെയിൻ എന്നുള്ളതാണ് നം ദ ഏരിയ. അവിടെ എന്താണ് സിനോണിമാണ് പറഞ്ഞിരിക്കുന്നത്. നം ദ ഏരിയ എന്ന് ഡയറക്റ്റ്ലി ഇവിടെ പാസേജിൽ കൊടുത്തിട്ടില്ല, സിനോണിമാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ദെൻ ടു റെഡ്യൂസ് പേഷ്യൻ്റ് ഡിസ്കംഫർട്ട്. ടു റെഡ്യൂസ് ദ പേഷ്യൻ്റ് ഡിസ്കംഫർട്ട് എപ്പിനെഫ്രിൻ യൂസ് ചെയ്യുന്ന ഇവിടെ പറയുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത്, ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് എലിമിനേഷന് പോലും പോകേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് ആൻസർ ഇന്നേതാണെന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. പക്ഷേ സിനോണിം ആണെന്ന് ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രൊലോങ് ദ എഫക്റ്റ്, വേർ ഇസ് പ്രൊലോങ് ദ എഫക്റ്റ് എന്ന് ഇഫ് യു ആർ സീയിങ് ദ പാസേജ് യു വിൽ നെവർ find. Here the answer is longer duration. Synonym is being given, that is the longer duration. So this is how you have to answer the question of part B. So this is some of the things which I wanted to stress more, because all the other things like read the question, then come to the passage, then to options, all those things is told in many videos. Here I want to concentrate on all those things, because when you answer the questions, these things are very, very important. Okay. So you have to have a regular practice so that you'll be able to understand what type of question and how you have to answer, and you'll be much familiarized with the type of questions. Options ഞാൻ പറഞ്ഞ സിനോണിംസുമായിട്ടൊക്കെ നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. ഈ ഹൗവർ ദെയർഫോർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ സ്ഥിരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ നമുക്കതിന് ജനറേറ്റ് എടുക്കാൻ പറ്റും. When you do reading, when you practice reading, what happens is we will never get the marks as we are expecting. Okay. അപ്പോൾ ആരും റീഡിങ് ചെയ്തിട്ട് ഇപ്പം നല്ല സ്കോർ കിട്ടുന്നില്ലെന്ന് വിഷമിക്കൊന്നും വേണ്ട. കാരണം
ഞാൻ ചെയ്ത സമയത്തും എനിക്ക് റീഡിങ്ങിന് വളരെ കുറച്ച് സ്കോറേ കിട്ടിയിട്ടുള്ളായിരുന്നു. ബി കിട്ടാനുള്ള സ്കോറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അതുപോലെ തന്നെ പ്രാക്ടീസ് മാത്രമല്ല, നമ്മൾ ഡെയിലി പ്രെയർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബി കോൺഫിഡൻറ്റ്, ബി എനർജറ്റിക്, go on practicing, go on pray well. So if you really like this video, please give me a thumbs up and share this because it is all very important, so others will also be benefited. And you can also comment me in the comment box. Both positive and negative comments is very fine because I can improve my future videos. Thank you for watching. Stay tuned. Bye bye.